കൊല്ലം ജില്ലാ കശുവണ്ടി വ്യവസായികളുടെ കൂട്ടായ്മയായ പാക്വ വ്യവസായ സംഘടനയുടെ പ്രതിനിധി ദിലീപ് ഷാ കാൽനടയായി കൊല്ലത്ത് നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് സമരയാത്ര നടത്തുന്നു. കശുവണ്ടി വ്യവസായത്തെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് സെക്രട്ടേറിയറ്റ് യാത്ര സംഘടിപ്പിക്കുന്നതെന്ന് ദിലീപ് ഷാ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൊല്ലം ജില്ലയുടെ നട്ടെല്ലും പരമ്പരാഗത വ്യവസായവുമായ കശുവണ്ടി വ്യവസായം ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുകയാണെന്ന് പാക്വ എന്ന വ്യവസായ സംഘടനയുടെ പ്രതിനിധി കൂടിയായ ദിലീപ് ഷാ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വ്യവസായികളുടെ കടക്കാടം പോലും ജപ്തി ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിനെ ബാങ്കും റിയൽ എസ്റ്റേറ്റ് മാഫിയകളും ARC പോലുള്ള അസറ്റ് റിക്കവറി മാർവാടി കമ്പനികളും ഒത്തുചേർന്ന് വ്യവസായികളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുകയാണ്. തകർന്നടിഞ്ഞ ഒരു വ്യവസായി, ആ ഒരു വ്യവസായി മറ്റ് വ്യവസായികളോട് ആലോചിച്ച് നമ്മൾ ഒരുപാട് സമരങ്ങൾ നടത്തിയപ്പോ ഇപ്പൊ തന്നെ ഒരു 56 ദിവസം തിരുവനന്തപുരത്ത് SLBC ബാങ്കിന്റെ മുന്നിൽ രാപ്പകൽ സമരമായിട്ട് രാത്രിയും പകലും ഈ രണ്ടുപേര് കിടന്നുള്ള ഒരു സമരം നമ്മൾ നിർത്തിയിട്ട് ഒരു 20 ദിവസമാകും ആ സമരം കഴിഞ്ഞിട്ട്. അപ്പൊ ആ ഒരു സമരത്തിന്റെ ക്ഷീണത്തിലും അതിൽ നമുക്ക് കാര്യമായ ഒരു ഇടപെടൽ ലഭിച്ചില്ല. അതിനടിസ്ഥാനത്തിൽ കൊല്ലം ജില്ലയിൽ കശുവണ്ടിയുടെ പ്രഥമ കേന്ദ്രം എന്ന് പറയുന്നത് മുണ്ടക്കൽ കാഷ്യൂ കോർപ്പറേഷന്റെ ഹെഡ് ഓഫീസിന്റെ ഭാഗമാണ്. എല്ലാ വ്യവസായ സ്ഥാപനങ്ങളുടെയും കേന്ദ്രം അവിടെ. കൊല്ലം ജില്ലയിലെ 2 ലക്ഷത്തോളം സ്ത്രീ തൊഴിലാളികൾക്ക് ജോലി കൊടുക്കുന്ന ഈ വ്യവസായികൾ ഇപ്പോൾ കഷ്ടത അനുഭവിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അവിടെ നിന്ന് ആരംഭിച്ച് സെക്രട്ടേറിയറ്റ് വരെ കാൽനടയായി ജാഥ ആരംഭിക്കുകയും ഇന്ന് സമരത്തിന്റെ 3-ാം ദിവസമാണ്. അവിടെ നിന്ന് തുടങ്ങിയ ജാഥ കാഷ്യൂ കോർപ്പറേഷന്റെ ചെയർമാനും കൂടിയായ ജയമോഹൻ സഖാവിനെ കണ്ട് കാര്യങ്ങൾ നേരിട്ട് ധരിപ്പിച്ച് നമ്മുടെ വ്യവസായികൾ ഒരു 30ഓളം വ്യവസായികൾ, അതായത് ഞാൻ പാക്കിയ എന്ന് പറയുന്ന അസോസിയേഷന്റെ പ്രതിനിധിയാണ്. അത് കൂടാതെ ഇതര വ്യവസായ സംഘടനകളിൽപ്പെട്ട MSK നിസാം, മുഖത്തറ MS വായു മുരളി, മാനുവൽ മോഹൻദാസ്, വിശ്വ മോഹൻദാസ്, അങ്ങനെ ധാരാളം വ്യവസായികളുടെ പേരുകൾ എടുത്ത് പറയുന്നില്ല. വ്യവസായികളുടെ നേതൃത്വത്തിൽ 30ഓളം വ്യവസായികൾ ആയിട്ട് നടന്ന് നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ബോധിപ്പിക്കേണ്ട അടിസ്ഥാനത്തിൽ ആദ്യം കോൺഗ്രസ് ഭവനിലേക്ക് പോവുകയും DCC പ്രസിഡന്റിനെ കാണുകയും അത് കഴിഞ്ഞ് INTUCയുടെ നേതാക്കളുമായി സംസാരിച്ചതിന് ശേഷം നമ്മൾ CPMന്റെ ഓഫീസിൽ പോവുകയും കേരളത്തിന്റെ വ്യവസായ വകുപ്പും കേരളത്തിന്റെ വ്യവസായ മന്ത്രിയും കശുവണ്ടി വ്യവസായികളുടെ പ്രശ്നങ്ങൾ ബാങ്കുമായിട്ട് ഒരു ഹിയറിംഗിലൂടെ അടിയന്തരമായി പരിഗണിക്കണമെന്നും ഗവൺമെന്റ് ജിയോ മുഴുവൻ ബാങ്കുകളും കൃത്യമായ രീതിയിൽ നടക്കാത്തതിനാൽ 1 വർഷത്തേക്ക് കൂടി നീട്ടി കശുവണ്ടി വ്യവസായത്തെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് പോകുന്നതെന്ന് ദിലീപ് ഷാ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.